നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. റിയാദിൽ അത്ഭുതകരമായിട്ടൊന്നും സംഭവിച്ചില്ല. അൽ ഹിലാൽ വിജയിച്ചേറി, പക്ഷെ അഗ്രിഗേറ്റ് സ്കോറിൽ പിന്തള്ളപ്പെട്ടു പോയി. അവർ പുറത്തായിരിക്കുന്നു. AFC ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ സെമി ഫൈനലിൽ അലൈനിൽ പോയി അവർ അലൈൻ FC-യോട് 4-2 തോറ്റിരുന്നു. അതിന്റെ കടം വീട്ടണമായിരുന്നു ഇന്നലെ അവർക്ക് റിയാദിൽ. ഇന്നലെ അവർ 2-1 വിജയിച്ചെങ്കിലും അഗ്രിഗേറ്റ് 4-5 തോറ്റുകൊണ്ട് ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ നിന്ന് അവർ പുറത്തായി. ഫൈനലിലേക്ക് ഇത്തവണ അൽ ഹിലാലില്ല. മത്സരത്തില് അൽ ഹിലാലിന് വേണ്ടി റൂബൻ നവസും സലേം അൽ ദൗസാരിയുമാണ് ഗോളുകൾ കണ്ടെത്തിയതെങ്കിൽ അലൈന്റെ ഗോൾ എറിക്കിന്റെ വകയായിരുന്നു. അൽ ഹിലാലിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിലെ അൽ ഷെഹരി, മൈക്കൽ ഡെൽഗാഡോ, മാൽക്കം, സലേം അൽ ദൗസാരി തുടങ്ങിയവരൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് അൽ ഹിലാലിൽ കളിക്കാൻ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് റഹീമി, കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ റഹീമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഹെർനാൻ ക്രെസ്പോ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ 4ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റൂബൻ നവസ് അൽ ഹിലാലിനെ മുന്നിലെത്തിച്ചെങ്കിലും 12ാമത്തെ മിനിറ്റിൽ തന്നെ എറിക്കിലൂടെ അലൈൻ FC ആ ഗോൾ മടക്കിയടിച്ചു. തുടർന്ന് 2ാം പകുതിയിൽ സലേം അൽ ദൗസാരി ഒരു ഗോൾ അടിച്ചെങ്കിലും 2-1 എന്ന രൂപത്തിൽ വിജയിച്ചു കയറിയിട്ടും 4-5 അഗ്രിഗേറ്റ് സ്കോറിൽ 4-5 പിന്തള്ളപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അൽ ഹിലാൽ പുറത്തായിരിക്കുകയാണ്. എന്തായാലും അലൈൻ FC ഡ്രീം റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് അൽ നസറിനെയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സൗദി അറേബ്യൻ വമ്പന്മാരെ കൂടി AFC ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർ പുറന്തള്ളിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.